വേഗം കഴിക്ക്. ഇപ്പൊ തന്നെ ചൂടാറിയിട്ടുണ്ടാവും. ഇങ്ങതാ. തേനോലും സ്നേഹമാകില്ലേ കണ്ണേ നീ നെഞ്ചോരം ചേർന്നു പെയ്യില്ലേ അകലയായാലും അരുകിലുണ്ടല്ലോ മിഴികൾ മാഞ്ഞാലും മനസ്സിലുണ്ടല്ലോ മഞ്ഞോലും പൊൻരാവിൽ പെയ്യും പാൽനിലാവല്ലേ. ദാ കഴിച്ചോ. എന്താ എന്തു പറ്റി? ഒന്നുമില്ലാത്തതാണോ താൻ നില വിളിച്ചേ? എവിടെ നോക്കട്ടെ. അതൊന്നും സാരില്ല. സാരമുണ്ടോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇതെന്തു പറ്റി? അത് പിന്നെ തുണി അലക്കിയപ്പോ സോപ്പിന്റെ അലർജി. തുണി അലക്കിയോ? താനെന്തിനാ തുണി അലക്കിയ? വാഷിംഗ് മെഷീൻ കേടായിരുന്നു. അന്നേ ഞാൻ തന്നോട് പറഞ്ഞാണ് വാഷിംഗ് മെഷീനിലല്ലാതെ ഈ സമയത്ത് തുണി അലക്കാൻ പോരുതാന്ന്. ഇതിപ്പോ തന്നെ കൊണ്ട് ആരാ ചെയ്യിപ്പിച്ചേ? ആമി ചേച്ചിയാണോ അതോ ഗോമതി ചേച്ചിയോ? എനിക്കറിയാം. ഞാനവിടെ ഇല്ലാത്തപ്പോ അവര് തന്നെ മനഃപൂർവ്വം പെടാപ്പാട് പെടുത്തിയില്ലേ. ഇന്ന് ഇതിനോട് തീരുമാനം വിട്. ഞാൻ പറയട്ടെ, അവരൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല. ഞാൻ സ്വന്തം ഇഷ്ടത്തിന് ചെയ്ത. ഇരിക്കെ ആദ്യം ഒന്ന് ഇരിക്കെ. അതൊന്നും സാരില്ലാതെ. താൻ എന്താ പിന്നെ ഗോമതീച്ചോട് പറയാൻ? അവരല്ലേ സാധാരണ അവിടെ തുണി അലക്കുന്നേ? ചേച്ചിക്ക് വേറെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന. അല്ലെങ്കിൽ തന്നെ നമ്മുടെ തുണി നമ്മൾ സ്വയം കഴുകുന്നതിൽ എന്താ തെറ്റ്? തുണി കഴുകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അറിയാത്ത പണി ചെയ്ത് ഇങ്ങനെ പണി മേടിക്കാൻ നിൽക്കരുത്. താൻ എന്താണോ ഇങ്ങനെ? ഒന്ന് പുള്ളിയപ്പോ മനസ്സിലായില്ലേ സോപ്പിന് അലർജി ഉണ്ടെന്ന്? പിന്നെ എന്തിനാ ചെയ്യാൻ പോയത്? വെറുതെ ഓരോന്ന് വരുത്തി വെച്ചിട്ട്. വാ തുറക്കടോ. തുറക്ക്. ഒന്ന് തുറക്കോ. അയ്യടാ കഴിക്കാൻ കൊണ്ട്. അപ്പൊ തന്നെ അവൾ അതും അവനെ വിളിച്ച് കളിപ്പിച്ചു. ചുമ്മാതാണോ അവൻ നമ്മളോട് ഇത്ര ശത്രുത? നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യമോനെ കൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം മേടിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നമുക്ക് ശ്വാസം വിടാൻ പറ്റില്ലല്ലോ ചേച്ചി. അവിടെ കൊള്ള കരച്ചിൽ കണ്ടില്ലേ? കള്ളിയാ ഉലോക കള്ളി. ആദ്യമോനെ ആമിക്കുട്ടിയും തമ്മിലെടുപ്പിക്കാനാണ് അവളുടെ പുതിയ ആട്ടം ഇത്. കൊള്ളി
നമ്മൾ ചെയ്തതും ചെയ്യാത്തതെല്ലാം അവള് കേറ്റി അടിച്ചിട്ടുണ്ടാവും, ഉറപ്പാ. മതിയടോ. പറ്റില്ല, ഇത് മുഴുവൻ കഴിക്കണം. ദാ. കഴിക്കേ. കണ്ടില്ലേ, ഈ വാതിലും തുറന്നിട്ട് അവൾ ഈ നാടകം കളിക്കുന്നതേ നമ്മളെ കാണിക്കാൻ വേണ്ടിയാ. അവളുടെ മധുര പ്രതികാരം. ഇന്ന് ഞാൻ അവളുടെ പ്രതികാരം തീർത്തു കൊടുക്കാം. വേണ്ട മോളെ, മോള് വേണ്ട. ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ, ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. എന്നോട് ഇവിടെ നടക്കുന്നേ? ഇവിടെ എന്ത് നടക്കാൻ? ഞാൻ എൻ്റെ ഭാര്യ കൂട്ടുന്നു. അതിലിപ്പോ എന്താ തെറ്റ്? ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ ഇത്. അത് ശരി, എന്നെ എതിർക്കാനും മാത്രമൊക്കെ ആയി നീയല്ലേ? എന്നെ ഇവളുടെ തലയണ മാത്രമായിരിക്കും. വെറുതെ ഇവളെ എന്തിനാണ് കുറ്റം പറയുന്നത്? ഓ, ഭാര്യ പറഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ലല്ലേ? ഇല്ല, സഹിക്കുന്നില്ല. ചേച്ചി എന്തിനാ എന്റെ മുറിയിലെ വാതിലൊന്ന് ഒളിഞ്ഞു നോക്കുന്നേ? അതുകൊണ്ടല്ലേ ഇത് കാണുന്നേ? ആദി, അല്ലാതെ നിന്റെ ഭാര്യ വാതിൽ തുറന്ന് ഇട്ടതുകൊണ്ടല്ല. അവൾ എന്തിനാ വാതിൽ തുറന്നിരുന്നേ? എന്നെ കാണിക്ക, വെല്ലുവിളിക്ക. ചേച്ചി, ഇത് കുറേ ആദി. പൂജ, ഒരു മിനിറ്റ്. ആദി, ചേച്ചി, ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നതാണോ കുഴപ്പം? നിനക്ക് എന്തും കാണിക്കല്ലേ? ഇതിനാണോടാ നീ ക്ലാസ് കട്ടിയത് ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? നിനക്ക് നാണമില്ലേടാ ഇവളുടെ വാക്ക് കേട്ട ഓരോ കോപ്രായങ്ങൾ കാണിക്കേ? നാത്തുമ്പോഴെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ പ്രത്യക്ഷത്തിൽ കണ്ടു. എന്നാലും എന്റെ ആമി ചേച്ചി ഇത്രയും തരം താഴെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആരാടാ ഇവിടെ തരം താണെന്ന്? നീയല്ലേ? ഇവളുടെ വാക്കും കേട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയാ നീ ഇനിയും തരം താഴും. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അങ്ങനെ തോന്നിയതുപോലെ നിന്നെ വിടാൻ എനിക്കിപ്പോ സൗകര്യമില്ല. ഇവളുടെ വാക്ക് കേട്ട് നീ ഇങ്ങനെ ഓരോ വിവരക്കേട് കാണിച്ച് കൊടുക്ക പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിച്ച് ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ തൂങ്ങാൻ പോകുന്നത് നീ മാത്രമായിരിക്കില്ല, ഈ വീട്ടിലുള്ള മൊത്തം പേരുമായിരിക്കും. ഞാൻ വിചാരിച്ചതിലും വലിയ കേമിയാ നീ. കേമത്തം കാണിച്ച് കാണിച്ച് കൊടുക്ക നീ ഞങ്ങളുടെ ചെക്കനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കാതിരുന്നാ മതി.